ഹലോ. പേരില്ലൂർ അഥവാ പേരില്ലാത്ത ഊരിലെ കഥയും കഥാപാത്രങ്ങളുമാണ് പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇതിപ്പോൾ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഈ പേരില്ലൂർ എന്ന പ്രദേശം കുഞ്ഞിരാമായണത്തിലെ ദേശത്തിനടുത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നു. കാരണം കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും ഭൂമികയുമൊക്കെ ഏകദേശം സിമിലർ ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കുഞ്ഞിരാമായണം എഴുതിയ ദീപു പ്രദീപ് തന്നെയാണ് PPL അഥവാ പേരില്ലൂർ പ്രീമിയർ ലീഗും എഴുതിയിരിക്കുന്നത്. 2015 ഇറങ്ങിയ കുഞ്ഞിരാമായണത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് ദീപു ഇതുവരെയും മുക്തനായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അതിലെ ചില കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും മുഖത്ത് മറുകും വെച്ച് വേഷം മാറി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് പേരില്ലൂർ പ്രീമിയർ ലീഗിലും. ചില രംഗങ്ങൾ തമാശ നൽകുന്നുണ്ടെങ്കിലും പല രംഗങ്ങളും ഫോഴ്സ്ഡ് ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിരി വരുന്നതുമില്ല, നമുക്ക് കണക്ട് ചെയ്യാനും ബുദ്ധിമുട്ട് ചിലപ്പോഴെങ്കിലും തോന്നാം. ഈ PPL എന്ന വെബ് സീരീസ് ഒരു റോളർ കോസ്റ്റർ റൈഡായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കുഞ്ഞിരാമായണത്തിലെ കുഞ്ഞിരാമന്റെ ഛായയുള്ള കഥാപാത്രമാണ് സീക്രുട്ടൻ എന്ന സണ്ണി വെയിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രവും. സണ്ണി വെയിൻ്റെ അഭിനയത്തിലും കുറച്ച് ഇമ്മച്യൂരിറ്റീവ് അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അഭിനയമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതേസമയം മാളവികയായി വന്ന നിഖില വിമൽ അനായാസമായിട്ട് തന്നെ ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പീതാംബരൻ എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ വിജയരാഘവൻ എന്ന സീനിയർ ആക്ടറിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അദ്ദേഹം അതൊരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത്. വളരെ വ്യത്യസ്തമായ കുഞ്ഞിരാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങൾ എനിക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത് കേമൻ സോമൻ എന്ന അശോകൻ ചെയ്ത കഥാപാത്രവും സൈക്കോ ബാലൻ എന്ന അജു വർഗീസ് കഥാപാത്രമാണ്. സൈക്കോ ബാലൻ തുടക്കത്തിൽ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും അവസാനത്തേക്ക് എത്തുമ്പോൾ നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. കേമൻ സോമനാണ് നമ്മൾ എടുത്തു പറയേണ്ട, നമ്മൾ കണ്ടുപഠിക്കേണ്ട കഥാപാത്രം. കേമൻ സോമനാണ് പേരില്ലൂർ പ്രീമിയറിലെ യഥാർത്ഥ ഹീറോ. തോൽവികളിൽ തളരാതെ ജയം ഒരിക്കലുണ്ടാകും എന്ന വിശ്വാസത്തോടെ ശക്തനായി മുന്നോട്ട് പോകുന്ന കഥാപാത്രമാണ് കേമൻ സോമൻ. ഒരല്പം ഓവറായാൽ വൃത്തികേടാവുമായിരുന്ന കോമാളി എന്ന് തോന്നിപ്പിക്കുമായിരുന്ന കഥാപാത്രത്തെ ലെജൻഡറി ആക്ടറായ അശോകൻ അനായാസം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ലെജൻഡറി ആക്ടറുടെ കയ്യിൽ കേമൻ സോമൻ ഗംഭീരമായി തന്നെ പുറത്തു വന്നു. പഞ്ചായത്ത് ഇലക്ഷന് തോൽക്കുമ്പോൾ ഇനിയും ഇലക്ഷൻ വരുമല്ലോ എന്ന് പറഞ്ഞ് പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ട് നടക്കുകയാണ് അയാൾ. പരീക്ഷയ്ക്ക് തോൽക്കുന്നതിൽ ടെൻഷൻ അടിക്കുന്ന കുട്ടിയോട് താൻ സ്കൂളിൽ പോയാലും പോയിട്ടില്ല, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ലാഘവത്തോടെ എന്നാൽ ഒരു ചിരിയോടെ ഒരു സത്യസന്ധമായ ആത്മാർത്ഥതയോടെ ചോദിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. അത് തന്നെയാണ് കേമൻ സോമന്റെ പ്രത്യേകതയും. സിനിമയുടെ അല്ലെങ്കിൽ വെബ് സീരീസിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേപ്പർ അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ആ പേപ്പർ നഷ്ടപ്പെട്ടാലും തനിക്കതൊരു നഷ്ടമല്ല എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് കേമൻ സോമൻ. പേരില്ലൂർ പ്രീമിയർ ലീഗ് ഒരു ആവറേജ് അനുഭവം മാത്രമാണ് നൽകുന്നത്. അതിൽ വേറിട്ട് നിൽക്കുന്നത് കേമൻ സോമൻ എന്ന അശോകൻ കഥാപാത്രം മാത്രമാണ്. ചെറിയ തിരിച്ചടികളിൽ പോലും തളരുന്ന നമ്മളെപ്പോലുള്ളവർക്ക് കേമൻ സോമൻ ഒരു കണ്ടുപഠിക്കേണ്ട, അനുകരിക്കേണ്ട കഥാപാത്രമാണ്. നിങ്ങൾ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നതുവരെ നിങ്ങൾ തോറ്റിട്ടില്ല എന്ന യാഥാർത്ഥ്യം അയാൾ നമുക്ക് പറയാതെ പറഞ്ഞു തരുന്നു. യു ആർ നോട്ട് എ ലൂസർ അണ്ടിൽ യു സ്റ്റോപ്പ് ട്രൈയിങ്. നിങ്ങൾ തോറ്റവരല്ല, നിങ്ങൾ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാലം വരെ. ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക, ഒരിക്കൽ വിജയിക്കുക തന്നെ ചെയ്യും. താങ്ക് യു.